ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ട, പകരം 6 മന്ത്രിസ്ഥാനം വേണം. മുസ്ലിം ലീഗിൻ്റെ തത്വത്തിലുള്ള നിലപാട് ഇങ്ങനെയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വലിയ മുന്നേറ്റം 2026 തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF ഉണ്ടായിട്ടുണ്ട്. അതിൽ വല്ലാത്ത രീതിയിൽ ഉയർച്ച ഉണ്ടായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ്. മുസ്ലിം ലീഗ് വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കുതിച്ച് പറന്ന് കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടി കോൺഗ്രസിന് സാധിച്ചു. എന്നാൽ അത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിം ലീഗിന് സാധിച്ചിട്ടില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൻപുള്ളതിനെ അപേക്ഷിച്ച് ഒരു സീറ്റ് മാത്രമാണ് കൂടുതൽ കിട്ടിയത്. ജയിച്ച മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ലീഗിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിൽ അവർ പരാജയപ്പെട്ടു. അത് എന്തായിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ പിന്നീട് പഠനം നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് നോക്കാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മുസ്ലിം ലീഗിനുണ്ടായിരിക്കുന്ന സീറ്റും ഇപ്പോഴുള്ളതും മന്ത്രിസ്ഥാനം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. 3 പ്രാവശ്യം ഉപമുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗ് വഹിച്ചിട്ടുണ്ട്. 979 ആദ്യമായിട്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗ് നേടുന്നത് CH അത് 13 സീറ്റാണ് അന്ന് ലീഗിനുണ്ടായിരുന്നത്. പിന്നീട് 81-82 കാലഘട്ടത്തിൽ 13 സീറ്റിൽ CH പിന്നീട് ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം 82 കാലത്ത് രണ്ടാമത് അദ്ദേഹം ഉപമുഖ്യമന്ത്രി ആയത് കാണാൻ വേണ്ടി സാധിക്കുന്നു. കാരണം അതിനിടയിൽ ഒരു രാഷ്ട്രപതി ഭരണം വന്നിരുന്നു. അങ്ങനെയാണ് രണ്ടാമത് ഈ കാലയളവിൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചത് എന്ന് ചുരുക്കുക. കാരണം 1 വർഷം 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2 സത്യപ്രതിജ്ഞ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ആ കാലം കഴിഞ്ഞതിന് ശേഷം 83 മുതൽ 87 വരെ, അതായത് ഒരു നീണ്ട കാലാവധി എന്ന് പറയാൻ പറ്റുന്നത്. ഈ കാലാവധിയിൽ ഈ അബു ഖാദർ കുട്ടി നഹ ആയിരുന്നു ഉപമുഖ്യമന്ത്രി ആയിരുന്നത്. 14 സീറ്റായിരുന്നു അന്ന് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിരിക്കുന്ന ഒരു അലങ്കാരം അല്ലെ ഒരു പദവി മാത്രമാണ്. പ്രത്യേകിച്ചൊരു വകുപ്പിന് എന്തെങ്കിലും തീരുമാനമെടുക്കാനോ അല്ലെ പ്രത്യേകമായ രീതിയിൽ പണം പാസ്സാക്കിയെടുക്കാനോ അത് വിനിയോഗിക്കാനോ ഒരു ഉപമുഖ്യമന്ത്രിക്ക് ഒരു റോളുമില്ല. അപ്പോൾ അതിലും നല്ലത് ഒരു വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് നടത്തുക എന്നുള്ളത്, അതിലേക്കാണ് ശ്രദ്ധ. അപ്പോൾ 2011 20 സീറ്റ് മുസ്ലിം ലീഗ് ലഭിച്ച സമയത്ത് 5 മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നു. 5ാം മന്ത്രിസ്ഥാനമൊക്കെ വലിയ വിവാദ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും ഒടുവിൽ അവരത് നേടിയെടുത്തിട്ടുണ്ട്. കാര്യം മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കും എന്നാണ്. മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ അല്ല, മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കും എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു. UDF പിന്തുണക്കും, കോൺഗ്രസിനെ പിന്തുണക്കും, പക്ഷേ ഞങ്ങൾക്ക് 4 മന്ത്രിസ്ഥാനം വേണ്ട. ഇത് രാഷ്ട്രീയമായ രീതിയിൽ വലിയ പ്രതിസന്ധി, വലിയ വിഷയം ഉണ്ടായി. അത് കോൺഗ്രസിൻ്റെ അകത്തും വലിയ വിഷയം ഉണ്ടായി. പിന്നീട് ഒരു ഒത്തുതീർപ്പ് എന്ന നിലക്ക് 5ാം മന്ത്രിസ്ഥാനം നൽകുകയും ചെയ്തു. അപ്പോൾ 22 ഇപ്പം നിലവിൽ ഈ മുസ്ലിം ലീഗിന് 22 സീറ്റാണ് 2014 തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 6 മന്ത്രിസ്ഥാനം ചോദിക്കുന്നതിൽ തെറ്റില്ല. കാര്യമെന്ന് പറഞ്ഞാൽ വലിയ ഭൂരിപക്ഷ കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2011 കോൺഗ്രസിന് 10 മന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ലീഗിന് നേർപകുതി 5 മന്ത്രിസ്ഥാനം ഉണ്ടായി എന്നൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് നോക്കാം, 2001 കാലഘട്ടത്തിലാണ് മുസ്ലിം ലീഗിന് ഏറെക്കുറെ 17 സീറ്റാണ് ഉണ്ടായിരുന്നത്. 2001 17, 2006 8, അപ്പോൾ പിന്നെ കുറഞ്ഞു. അത് വലിയ രീതിയിലുള്ള LDF തരംഗം ആഞ്ഞടിച്ച കാലമാണ്. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ തോറ്റുപോയ കാലമാണ് 2026. ടി മുഹമ്മദ് ബഷീർ, ഈ ചേർക്കുള അബ്ദുള്ള, MK മുനീർ അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ തലതൊട്ടപ്പന്മാരടക്കം കടപുഴകി വീണ തെരഞ്ഞെടുപ്പാണ് 2006 എന്ന് പറയുന്നത്. K മുരളീധരൻ കൊടുവള്ളിയിൽ മത്സരിച്ച് തോറ്റ കാലഘട്ടമായിരുന്നു അത്. 2011 താരതമ്യേന വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. 20 സീറ്റ് ലീഗ് നേടി. 2016 2 കുറഞ്ഞു, 18ആയി. 2021 15 സീറ്റായിട്ട് വീണ്ടും ചുരുങ്ങി. ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പിലാണ് 22 സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് 2011 20 സീറ്റ്, 2026 22 സീറ്റ്. അപ്പോൾ എത്ര മാറ്റം ഉണ്ടായിട്ടുണ്ട്? 2 സീറ്റിൻ്റെ മാത്രം മാറ്റമാണ് 2011 2026 തമ്മിൽ ഉണ്ടായത്. പിന്നെ ഈ മുസ്ലിം ലീഗ് 2021 സീറ്റ് ലഭിച്ച കാലം എന്ന് പറയുന്നത് 1987. 82 14 സീറ്റ്,
87 21 സീറ്റ്, 91 17 സീറ്റ്, 96 13 സീറ്റ്. ഏറ്റവും വലിയ സീറ്റ് ലഭിച്ചത് 1987 87 സീറ്റ് 2011 നിലനിർത്താൻ വേണ്ടി സാധിച്ചില്ല. അന്ന് 21 സീറ്റ് ലഭിച്ചു 87. 2011 അത് 20 ചുരുങ്ങി. ഇപ്പോൾ 2022 വർഷത്തിൽ 26 വർഷത്തിൽ 22 സീറ്റ്. അപ്പോൾ വലിയ രീതിയിലുള്ള സീറ്റ് പിടിച്ചെടുക്കൽ സംവിധാനത്തിൽ ലീഗ് പരാജയമാണ്. 27 സീറ്റിലാണ് ഈ പ്രാവശ്യം മത്സരിച്ചത്. 2021 25 സീറ്റ് മത്സരിച്ചപ്പോഴാണ് 15 സീറ്റ് കിട്ടിയത്. അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം UDF തരംഗം എന്ന് പറയാം, അല്ലെങ്കിൽ പിണറായി വിരുദ്ധത എന്ന് പറയാം. അത് മുസ്ലിം ലീഗിന് കാര്യമായിട്ട് ഏശിയിട്ടില്ല. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഇടത്ത് വൻ ഭൂരിപക്ഷത്തിന് അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയത് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കാണ്. 86,000 ചില്ലാനും വോട്ടാണ് അതിൽ കാണുന്നത്. അങ്ങനെ തന്നെ ഏകദേശം ഒരു 10ഓളം നിയോജക മണ്ഡലവും UDFന് വലിയ മെജോറിറ്റി ഉണ്ടാക്കിയത് മുഴുവൻ മലപ്പുറത്താണ്. നമ്മൾ കോൺഗ്രസിൻ്റെ നോക്കുന്ന സമയത്ത് 2021 കോൺഗ്രസിൻ്റെ സീറ്റ് 21. ആ സമയത്ത് 2021 മുസ്ലിം ലീഗിന് 15. 2021 കോൺഗ്രസിനുള്ള സീറ്റ് 21 സമയത്ത് 2026 അവർക്ക് 63 സീറ്റാണ്. ഹാട്രിക് മുന്നേറ്റമാണ് ഉണ്ടായത്. നോക്കാം, 982 കോൺഗ്രസിൻ്റെ സീറ്റ് 36, 87 33, 91 55, 96 37, 2001 62. 2001 ഒരു അത്യാവശ്യം നന്നായിട്ട് മുന്നേറ്റം ഉണ്ടായിരിക്കുന്ന UDFൻ്റെ തരംഗ കാലഘട്ടമാണ് 2001 എന്ന് പറയുന്നത്. 2006 കുറഞ്ഞു 24. 2011 കാലഘട്ടമാണ് 38 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി. ആ 38 സീറ്റിൻ്റെ 2011 കാലഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി ചരിത്രപരമായിരിക്കുന്ന ഈ ഒരു സർക്കാരിനെ നയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് എന്നൊരു പ്രത്യേകത. 2011 നോക്കുന്ന സമയത്ത് 2010 മുസ്ലിം ലീഗിന് 20 സീറ്റ്, കോൺഗ്രസിന് 38 സീറ്റ്, മറ്റ് ഘടകകക്ഷികളെല്ലാവരും കൂടി കൂട്ടിയിട്ടാണ് അന്ന് ചെറിയ ഒരു മാർജിൻ വ്യത്യാസത്തിനാണ് ഉമ്മൻചാണ്ടി അന്ന് കേരളം ഭരിച്ചത്. 2016 എത്തുന്ന സമയത്ത് കോൺഗ്രസിന് 22 സീറ്റായി. 2021 സീറ്റ് വീണ്ടും ഒന്ന് കുറഞ്ഞു 21. 2026 ഇപ്പോൾ 63 സീറ്റിലേക്ക് കുതിച്ചു പാഞ്ഞു. എല്ലാ കമ്മ്യൂണിസത്തിൻ്റെ കോട്ടകളും ഇടിഞ്ഞു താഴെ വീണു. അവിടെയൊക്കെ വലിയ ഭൂരിപക്ഷത്തിന് വലിയ മാർജിനിൽ കോൺഗ്രസ് ജയിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വനിതകൾ വിജയിച്ച് കയറിയ തെരഞ്ഞെടുപ്പ് ഇതാണെന്ന് പറയാൻ പറ്റും. 7 വനിതകളാണുള്ളത്. ഉമാ തോമസ്, രമ്യ ഹരിദാസ്, ബിന്ദു കൃഷ്ണ, ഉഷ വിജയൻ, തുളസി ടീച്ചർ, ഷാനിമോൾ ഉസ്മാൻ, വിദ്യാ ബാലകൃഷ്ണൻ. CPMനുമായി ഈ വനിതകളായിട്ട് 2 ഉള്ളൂ. KK ശൈലജ, CS സുജാത, ഇവർ 2 പേരും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഉപമുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെങ്കിൽ പോലും അത് രാഷ്ട്രീയമായിട്ട് വലിയ ഗുണമുണ്ടാവില്ല എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നിലപാട് മാറ്റിയിട്ടാണ് ഇപ്പോൾ റൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഏകദേശ കാര്യകാരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രി ആരാവണം എന്ന അഭിപ്രായവും മുസ്ലിം ലീഗ് ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. വലിയ ഘടകകക്ഷി എന്ന നിലക്ക് തീർച്ചയായിട്ടും അത് ആലോചിക്കുന്നതാണ്. ഇതിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുക, കേരള കോൺഗ്രസ്സിന്, മാണി കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും ഇല്ല എന്നുള്ളത്. കേരള കോൺഗ്രസ്സിനെ സീറ്റില്ല. അപ്പോൾ ഗണേശൻ വരെ തോറ്റുപോയി. അപ്പോൾ കേരള കോൺഗ്രസ് സീറ്റില്ലാത്തതൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. മാണിക്ക് 11 മുതൽ 15 സീറ്റ് വരെ UDFൻ്റെ സംവിധാന കാലത്തൊക്കെ സ്ഥിരമായ രീതിയിൽ ഉണ്ടാവുമായിരുന്നു. 11 എന്ന ഒരു സിറ്റിംഗ് സീറ്റായിരുന്നു. മുസ്ലിം ലീഗിന് 15, മാണിക്ക് 11. ആ രീതിയിൽ ആ റൂട്ടിലായിരുന്നു പോയിരുന്നത്. പിന്നെ കുറച്ചുകൂടി 4, 15 വരെയൊക്കെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പേര് പോലും ഒരിക്കൽ മാണിയുടെ പേരായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിളർപ്പുണ്ടായ സമയത്ത്, അതായത് ഈ കേരള കോൺഗ്രസിൻ്റെ അകത്ത് മാണിയുടെ കാലത്തിന് ശേഷം പിളർപ്പുണ്ടായപ്പോൾ അവിടെ രാഷ്ട്രീയപരമായിരിക്കുന്ന വിഷയമാണ്. മാണി യഥാർത്ഥത്തിൽ മാണിയുടെ മകൻ ജോസ് മാണി യഥാർത്ഥ UDFൻ്റെ ഒപ്പം നിൽക്കേണ്ടതാണ്. ജോസഫ് അതിൻ്റെ ചെയർമാനായി, മാണി ഉപചെയർമാനെ, അത് പോരാന്ന് പറഞ്ഞ് കേസ് കൊടുത്ത സമയത്ത് ചിഹ്നം അവർക്ക് വിധി, അങ്ങനത്തെ കുറേ പ്രശ്നം ഉണ്ടായ സമയത്ത് പിന്നീട് മാണിയെ UDFലേക്ക് പരിഗണിക്കാത്ത ഒരു രാഷ്ട്രീയം കളിച്ചു. അത് 2006 കാലഘട്ടത്തിലൊക്കെ ആ രാഷ്ട്രീയമാണ്. 2006 അല്ല, 2016. 2016 ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയം കളിച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അവരിങ്ങോട്ട് മധ്യസ്ഥാനം, അതിൽ വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെ 2006 മാർച്ച് പാർട്ടി കേരളം ഭരിക്കുന്നു. 2021 കാലഘട്ടത്തിലാകുന്ന സമയത്ത്, 2011 കാലഘട്ടത്തിലൊക്കെ ഈ പ്രശ്ന കാര്യങ്ങൾ ഉണ്ടാകുന്നു.
പിന്നീട് ഇവരെങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കും. അത് 2016 രൂക്ഷമായത്. 2011 ശേഷം തുടർഭരണം ഉണ്ടാവും എന്ന് കരുതി 2016 കെ മാണി വിഭാഗത്തെ ഇങ്ങോട്ട് എടുക്കാതെ നിന്നു. അങ്ങനെ അവർ LDF തന്നെ ചേർന്ന് നിൽക്കേണ്ട സ്ഥിതി ഉണ്ടായി. ഇലക്ഷൻ വന്ന സമയത്താണ് 2022 സീറ്റിൽ കോൺഗ്രസ് ഒതുങ്ങിപ്പോയി. വലിയ പരാജയ കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ 2021 അങ്ങനെ തന്നെയാണ് സ്ഥിതി. 2026 തുടർഭരണം ഈ കാലത്ത് ഉണ്ടാകുമെന്ന് കെ മാണിയുടെ ആ ടീം തന്നെ കണക്ക് കൂട്ടി. അതൊട്ട് ഉണ്ടായതുമില്ല. അപ്പോൾ ആ മന്ത്രിസ്ഥാനം കൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് ഘടകകക്ഷികൾക്കോ കോൺഗ്രസിനോ വീതിച്ചെടുക്കാൻ വേണ്ടി പറ്റും. കെ മാണിയുടെ ടീം ഇതിലുണ്ടായിരുന്നെങ്കിൽ അവർക്ക് 1 അല്ലെങ്കിൽ 2 മന്ത്രിസ്ഥാനം, മിക്കവാറും 2 മന്ത്രിസ്ഥാനം തന്നെ കൊടുക്കേണ്ടി വരുമായിരുന്നു. ആ 2 മന്ത്രിസ്ഥാനം കൂടി വീതിച്ചെടുക്കുന്ന സമയത്ത് അതിലൊന്ന് ലീഗ് ആവശ്യപ്പെടാനാണ് കാരണം സാധ്യതകൾ കാണുന്നത്. ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ സ്ഥിതി പറയുന്ന സമയത്ത് കെ കരുണാകരനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായിരുന്ന ആൾ. പിന്നീട് അദ്ദേഹം എല്ലാ വകുപ്പിലും കയറി ഇടപെടുന്നു എന്നുള്ള നിരന്തര പരാതി മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതിൽ മുസ്ലിം ലീഗ് നിർണായകമായിരിക്കുന്ന പങ്ക് വഹിച്ചു. ലീഗിനെ തള്ളാൻ വേണ്ടി പറ്റില്ല, UDF ഏറ്റവും വലിയ ഘടകകക്ഷിയാണ്. അങ്ങനെ അദ്ദേഹത്തെ മാറ്റിയത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെയും കൂടി ഇടപെടൽ കൊണ്ടാണ്. കോൺഗ്രസിലെ ഒരു വിഭാഗം അതിനെ സപ്പോർട്ട് ചെയ്തു എന്നും പറയുന്നുണ്ട്. പിന്നീട് AK ആൻ്റണി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുത്തിയതും മുസ്ലിം ലീഗാണ്. തിരൂരങ്ങാടിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മത്സരം ജയിക്കുന്നത്. തിരൂരങ്ങാടി എന്ന് പറഞ്ഞാൽ ഈ AK ആൻ്റണിയെ സംബന്ധിച്ച് അത് ക്രിസ്ത്യൻ മതവിശ്വാസിയാണ്. ഒരു ക്രിസ്ത്യൻ പോലും ഇല്ലാത്ത തിരൂരങ്ങാടിൽ 100% അല്ലെങ്കിൽ 90% അധികം മുസ്ലിം സ്വാധീന മേഖലയായിരിക്കുന്ന അവിടെ നിന്ന് മുസ്ലിം ലീഗാണ് തിരൂരങ്ങാടിൽ നിന്ന് AK ആൻ്റണിയെ വിജയിപ്പിച്ചെടുക്കുന്നത്. പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് തന്നെ പറഞ്ഞിട്ടാണ് അവിടെ പ്രചരണ കാര്യങ്ങൾ നടത്തിയത്. അപ്പോൾ ആൻ്റണിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാനും കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാനും ലീഗ് പങ്കുവച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. ഇനി ആൻ്റണിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി അതിൽ പങ്കുണ്ടോ? അതിൽ തീർച്ചയായിട്ടും പങ്കുണ്ട്. മാറാട് കലാപവുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം പിന്നീട് അത്ര നല്ല സുഖരീതിയിലല്ല മുസ്ലിം ലീഗും AK ആൻ്റണിയും തമ്മിൽ പോയത്. അപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ മാറ്റണമെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന ചില സ്വാധീന കാര്യങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ. അത് രഹസ്യമായ രീതിയിൽ ആ കാര്യങ്ങളിലൊക്കെ ഇടപെടലുകൾ നടത്തി എന്നാണ് അന്ന് തന്നെ രഹസ്യമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടായത്. അങ്ങനെ അദ്ദേഹത്തെ മാറ്റുന്നതും പിന്നീട് ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഉമ്മൻചാണ്ടിയിലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കൊണ്ടുവരുന്നതിലൊക്കെ വലിയ പങ്കാളിത്തം വെച്ചിട്ട് അത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ആളെ മാറ്റുന്നതും മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് ആളെ വെക്കുന്നതുമായി ബന്ധപ്പെട്ടതിൽ ഘടകകക്ഷി എന്ന നിലക്ക് മുസ്ലിം ലീഗ് വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇടപെടൽ നടത്താൻ മാത്രം അവർക്ക് UDF വലിയ സ്വാധീനമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം പ്രതീക്ഷിക്കുന്ന തരത്തിലല്ല ഇപ്പോഴത്തെ മന്ത്രിസ്ഥാന കാര്യങ്ങളൊക്കെ ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് പോലും മുസ്ലിം ലീഗ് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഉപമുഖ്യമന്ത്രി സ്ഥാനം മാറ്റി നിർത്താൻ സാധ്യതയുണ്ട്. ഇനി മാറ്റി നിർത്തുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ഒരു അഭിപ്രായം ഇതിൽ പറയുന്നത് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് തത്തുല്യമായിരിക്കുന്ന ഒരു വകുപ്പ് മന്ത്രിസ്ഥാനം അഥവാ വ്യവസായ വകുപ്പ് മന്ത്രിയും വ്യവസായ വകുപ്പും ഉപമുഖ്യമന്ത്രി സ്ഥാനം കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിക്കണം എന്ന തരത്തിലും ചർച്ച നടന്നു വരികയാണ്. അപ്പോൾ വെറും ഒരു മുഖ്യമന്ത്രി കാലിയായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആകുന്ന സമയത്ത് ഉദ്ഘാടനം ചെയ്യുന്ന പണി മാത്രമേ ഉണ്ടാവും, വേറെ കാര്യമായിട്ട് പണികളൊന്നും ഉണ്ടാവില്ല. അത് ചെയ്യുക, അത് തിരിച്ചു പോരുക എന്നുള്ള പ്രത്യേകമായ രീതിയിൽ ഒരു വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗ മീറ്റിംഗ് വിളിക്കാനോ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനോ ഇദ്ദേഹത്തിന് ഒരു പണി ഉണ്ടാവില്ല. അതുകൊണ്ട് പ്ലസ് വെച്ചിട്ട് ഒരു വകുപ്പും അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം, ഒരു പക്ഷേ ആഭ്യന്തര വകുപ്പ് ഉപമുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് പ്ലസ് ഉപമുഖ്യമന്ത്രി, അങ്ങനെ വരാം. കാലിയായിരിക്കുന്ന ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒരിക്കൽ പോലും മുസ്ലിം ലീഗ് വാങ്ങുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.